ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള ഒരു പഴയ ലെഗിൻസുമായിട്ടാണ്. അപ്പോൾ കുറച്ച് നാളെ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായ ഒരു വീഡിയോ ആണ്. അതിൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഇതിൻ്റെ എങ്ങനെയാണ് ചെയ്തതെന്നൊന്നും മനസ്സിലാവുന്നില്ല ചേച്ചി, ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമോയെന്ന്. അപ്പോൾ എൻ്റെ ഷെൽഫ് കണ്ടിട്ട് ആരും ഞെട്ടിപ്പോകണ്ട. കുറേ തക്കാളിപ്പെട്ടിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും. അതൊക്കെ മോൾഡേതായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മിസ്സായി പോകും. കാരണം ഒന്ന് വെച്ചാൽ ഒന്ന് കാണില്ല, കാരണം കുഞ്ഞു സൈസല്ലേ. അതൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ടായ ഐറ്റമാണ് ഈ തക്കാളിപ്പെട്ടി. എല്ലാം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് അടക്കാം. അപ്പോൾ കുറേ പേരെങ്കിലും ഷോർട്ട് വീഡിയോ ആയിട്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ പറഞ്ഞു തരുമോയെന്ന്. അപ്പോൾ ഞാൻ നേരെ കാണിച്ചു തരാം. ഇതാണ് പാൻറ്റ്, ഞാൻ എടുത്തിട്ടുള്ള പാൻറ്റ്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള ഹാക്കൊക്കെ കാണുമ്പോൾ വർക്കിംഗ് ആണോ, എന്താ ദൈവമേ ഇത്രയേ ഉള്ളൂ, നമ്മൾ എന്തിനാ ഇത്രയും വലിയ പൈസ കൊടുത്ത് ബ്ലൗസ് വാങ്ങിക്കുന്നതെന്നൊക്കെ വല്ല നമുക്ക് തോന്നും കേട്ടോ. അത്രയും നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള പാൻറ്റിൻ്റെ ആ ഒരു കോർണർ ഭാഗം ജോയിൻ ചെയ്തത് ഒരു ചെറിയ പീസ് വെച്ചിട്ടാണ്. ചില പാൻറ്റിനൊക്കെ അങ്ങനെ ഉണ്ടാവും. അത് നോർമലി പറയുകയാണെങ്കിൽ ഭയങ്കര കംഫർട്ടബിളാണ്. ഒരു ഇടുക്കി ആ ഒരു ടൈറ്റായിട്ടുള്ള ഒരു കുടുങ്ങി നിൽക്കുന്ന ഫീൽ ഉണ്ടാവില്ല അങ്ങനെ പീസ് വരുമ്പോൾ. അല്ലാതെ നോർമലി രണ്ട് ലെഗും കൂടിയിട്ട് ജോയിൻ ചെയ്തിട്ട് മാത്രം വരുവാണെങ്കിൽ അങ്ങനെയും പാൻറ്റ് വരാറുണ്ട്. അങ്ങനെയുള്ള പാൻറ്റിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ സ്ട്രെച്ച് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ലിമിറ്റായിരിക്കും. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് സ്റ്റിച്ച് പോകാനും തുണി കീറിപ്പോകാനൊക്കെയുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ലെഗിൻസൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടൊരു പീസൊക്കെ വെച്ചിട്ടുള്ള ജോയിൻറ്റ്സ് ഒക്കെ ഉള്ളത് നോക്കി വാങ്ങിക്കുവാണെങ്കിൽ കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യും, ഭയങ്കര കംഫർട്ടബിളാണ്, നല്ല രീതിയിൽ നമുക്ക് സ്ട്രെച്ചബിളാണ് കേട്ടോ. അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ഒരു ടാസ്ക് എന്താ വെച്ചാൽ ആ ഒരു പീസ് ജോയിൻ ചെയ്തത് മാത്രം റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. ഇനി അങ്ങനെയല്ല, നിങ്ങളുടെ ഇതുപോലെ തന്നെ താഴ്ഭാഗം പിന്നിപ്പോയതൊക്കെ ആയിട്ടുള്ളതാണെങ്കിൽ ജസ്റ്റ് ആ ഒരു ഭാഗത്ത് ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പാൻറ്റ് എങ്ങനെയാണോ നിവർത്തി വെക്കുക ആ ഒരു രീതിയിൽ വെക്കുക. അതിന് ശേഷം ആ ജോയിൻ്റ് വരുന്ന ഭാഗത്ത് ഒരു വി കട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അതെൻ്റെ കയ്യിലൊരു സാധാരണ പാൻറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു പേപ്പറിൽ കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം ഒരു പാൻറ്റ് ഇങ്ങനെയല്ലേ വരിക, ലെഗിൻസ് പാൻറ്റ്. അപ്പോൾ ആ ഒരു പാൻറ്റ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ആ ഒരു കോർണർ വരുന്ന ഭാഗത്ത് ജസ്റ്റ് ഒരു കട്ട് കൊടുക്കുക കേട്ടോ. കട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മെറ്റീരിയൽ പോലെ ഇരിക്കും. ഒരുപാട് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഒരുപാട് ഡീപ്പായിട്ട് നമ്മൾ കട്ട് ചെയ്യാതിരിക്കുക കേട്ടോ. കാരണം അത് നമ്മൾ ഇടുന്നതിനനുസരിച്ച് അതിങ്ങനെ വലിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ചെറുതായിട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഓപ്പണിങ് അവിടെ കിട്ടും. അത് എല്ലാം ഞാൻ ഇവിടെ പേപ്പറിലായതുകൊണ്ടാണ് ചെറുതായിട്ട് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാൻ കാരണം. പക്ഷേ ഇതുപോലെയാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇറക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അപ്പോൾ എൻ്റെ ആ ഒരു പീസ് റിമൂവ് ചെയ്തപ്പോൾ ഉള്ള കിട്ടിയത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. കറക്റ്റ് അവിടെ ഒരു ഓപ്പണിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വേണ്ടത് ഇതിനൊന്ന് തുന്നിയെടുക്കാം. പിന്നെ നമ്മൾ ബനിയൻ ക്ലോത്തൊക്കെ ആകുമ്പോൾ തുന്നിക്കഴിഞ്ഞാലും നമുക്ക് അവിടെ ഒരു ടൈറ്റ് ഫീൽ ചെയ്യും. കാരണം ബനിയൻ ക്ലോത്ത് സ്ട്രക്ചബിളും നമ്മൾ തുന്നാനെടുക്കുന്ന നൂല് സ്ട്രക്ചബിൾ അല്ലല്ലോ, അതൊരു ടൈറ്റായിട്ട് നിൽക്കുന്നതല്ലേ. അപ്പോൾ നമുക്ക് ഇടുന്ന സമയത്ത് തുന്നി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. ആ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ലൈറ്റർ വെച്ചിട്ടൊന്ന് ഉരുക്കി കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് ഉണ്ടാവും. എൻ്റെ മോളാണെങ്കിൽ ഞാൻ എടുത്തു വെച്ച ഓരോ കാര്യങ്ങളും എടുത്ത് ഓരോ പാത്രത്തിലൊക്കെ ഇട്ട് കുലുക്കി കളിക്കുകയാണ്. എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ എല്ലാ ഭാഗവും ഒന്ന് കരിച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കുകയാണ്. എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ചുരുങ്ങിപ്പോകുന്ന, അതായത് നല്ല രീതിയിൽ ഇങ്ങനെ ഉരുകിപ്പോകുന്ന ടൈപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയ്ത് വന്നപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക്. ഇനി നമുക്കിതിങ്ങനെ ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഒരു കോർണറിലേക്കായിട്ടാണ് നമ്മളെ കട്ടിങ്ങും അതുപോലെ തന്നെ ആ ഒരു നമ്മൾ കട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ വരുന്നത്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് റെഡിയായി കാണിച്ചു തരാം. ഞാനിവിടെ പെയർ ചെയ്യുന്നത് ഈ ഒരു ഗ്രീൻ സാരീൻ്റെ കൂടെയാണ്. ആ ഒരു ഗ്രീനും റെഡും നല്ലൊരു കോംബോ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുങ്ങി വന്നപ്പോൾ ഇതാണ് ലുക്ക്. എന്തായാലും ഇതൊരു ലെഗിൻസ് ആയിരുന്നു എന്നൊന്നും ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ ലെഗിൻസിൻ്റെ ആ ഒരു എലാസ്റ്റിക്കിൻ്റെ വീതി അനുസരിച്ച് നമുക്കിത് ഫുൾ കവറിങ് കിട്ടും. എൻ്റെത് കുറച്ച് എലാസ്റ്റിക് ചെറിയ ബാൻഡ് ആയതുകൊണ്ട് തന്നെ നോർമൽ ബ്ലൗസ് പോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, ലെഗിൻസൊക്കെ ഇങ്ങനെ പിന്നി വരാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഫൈനൽ ലുക്ക് കണ്ടോ? എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ലുക്ക്. എൻ്റെ ഫ്രണ്ട്സിനായിക്കോട്ടെ ഞാൻ ഫോട്ടോ കാണിച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊരു ലെഗിൻസ് ആണെന്നൊന്നും ഒരാൾക്കും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫുൾ കൈയൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. എനിക്ക് ഈ ഒരു ലുക്ക് കൊള്ളാവോ ഇല്ലയോ, ഫുൾ കൈ ചേരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡീറ്റെയിലിംഗ് വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.
അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളിയൊക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ഫുൾ കൈ സ്ലീവ് എനിക്ക് ചേരുന്നുണ്ടോ ഇല്ലയോ എന്നും കൂടി ഒന്ന് പറയണം കേട്ടോ. മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം. സീ യു, ടേക്ക് കെയർ, ടാറ്റാ.